അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ആണ്. ഓക്കെ, ഇപ്പോൾ വെസ്റ്റർഗാർഡ്സ് കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് പറയുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ആർ ഡെവലപ്ഡ് ഇൻ സിമെന്റ് കോൺക്രീറ്റ് പേവ്മെന്റ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ സ്ലാബ് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടാണ് സ്ട്രെസ്സസ് ഡെവലപ്പ് ആവുന്നത്. ദ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ അക്രോസ് ദ ഡെപ്ത് ഓഫ് ദ സ്ലാബ് ഈസ് കോസ്ഡ് ബൈ daily variation, whereas on overall increase of or decrease in slab temperature is called seasonal variation. അതായത് ടെമ്പറേച്ചർ അക്രോസ് ഡെപ്തിലൂടെ ടെമ്പറേച്ചർ വേരിയേഷൻ ആവുന്നുണ്ടെങ്കിൽ ഡെയിലി വേരിയേഷനും പിന്നെ ഓവറോൾ ഇൻക്രീസ് ഓർ ഡിക്രീസിനാണ് സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. Okay, during the day, the top of the pavement slab gets heated under the sunlight when the bottom of the slab still remains relatively colder. അതെ, നമ്മൾ എങ്ങനെയാണ് സബ്ഗ്രേഡ്, സബ് ബേസ് മറ്റേ കോൺക്രീറ്റ് സ്ലാബ് അല്ലെ. അപ്പൊ നമ്മൾ സൺലൈറ്റ് വരുമ്പം ഏറ്റവും കൂടുതൽ തട്ടുന്നത് മുകളിലോട്ടാണ് അല്ലെ, പേവ്മെന്റ് സ്ലാബിന്റെ മുകളിലാണ്. പാരാസ് അവിടെ ടെമ്പറേച്ചർ കൂടുതലും സബ്ഗ്രേഡിൽ കുറവുമായിരിക്കും. Okay, the maximum difference in temperature between top and bottom of the pavement slab may occur at some period after the mid-noon. ഒരു mid-noon ആകുമ്പോഴാണ് മാക്സിമം ടെമ്പറേച്ചർ വരിക. ഓക്കെ, എവിടെ ബിറ്റ്വീൻ maximum temperature difference ഉണ്ടാവുക. Okay, between top and bottom. This causes the slab to wrap or bend as the warping is resisted by the self weight of the സ്ലാബ്. അതായത് ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ വാർപ്പ് ഓർ ബെൻഡിങ് സംഭവിക്കും. ഓക്കെ, ബെൻഡിങ് സംഭവിക്കുമ്പോൾ എന്താ, ഈ സെൽഫ് വെയിറ്റ് ഓഫ് ദി സ്ലാബ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ വാർപ്പിംഗ് സ്ട്രെസ്സസ് ആർ ഡെവലപ്ഡ് ഇൻ ദ ലേറ്റ് ഈവനിങ്. ദ ബോട്ടം ഓഫ് ദ സ്ലാബ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ഡ്യൂ ടു ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ top, and as the atmospheric temperature falls, the top of the slab becomes colder, resulting in warping of the slab in the opposite direction, and there is a reversal in warping stresses at the different region of the slab. അതായത് the bottom of the slab heat എപ്പം ഹീറ്റ് മുകളിൽ നിന്നും താഴോട്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ മുകളിൽ ഫ്രം ദ ടോപ്പ് ആസ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഫാൾസ് ആൻഡ് ദ ടോപ്പ് ഓഫ് ദ സ്ലാബ് ബിക്കംസ് കോൾഡർ. ടോപ്പ് ഓഫ് ദ സ്ലാബ് കോൾഡർ ആവും. ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ റിസൾട്ടിങ് ഇൻ വാർപ്പിംഗ് ഓഫ് ദ സ്ലാബിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ വാർപ്പിംഗ് എന്ന് വെച്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. Thus, the daily variation temperature causes warping stresses in reverse direction at the corner, edge and interior region of the slab. അതുകൊണ്ട് ഡെയിലി വേരിയേഷൻ, ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും. അത് എന്ത് കോസ് ചെയ്യും? അത് വാർപ്പിംഗ് സ്ട്രെസ്സസ് ഏതൊക്കെ ഡയറക്ഷനിലാണ്? കോർണർ, എഡ്ജ് ആൻഡ് ഇന്റീരിയർ റീജിയനിൽ സംഭവിക്കും. During summer season, as the mean temperature of the slab increases, the concrete pavement expands. അതായത് നമ്മൾ ഇത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ ഡ്യൂറിങ് സമ്മർ സീസൺ പേവ്മെന്റ് എക്സ്പാൻഡ് ചെയ്യും അല്ലെ, ടുവേർഡ്സ് ദ എക്സ്പാൻഷൻ ജോയിന്റ് ഡ്യൂ ടു ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അറ്റ് ദ ഇന്റർഫേസ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അതായത് എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. അതിനാണ് കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. കംപ്രസീവ് സ്ട്രെസ് ഇസ് ഡെവലപ്പ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലാബ് ആസ് ഇറ്റ് ടെൻഡ്സ് ടു expand. Similarly, during winter season, the slab contracts, causing tensile stresses. Contract ആകുമ്പോൾ tensile stresses develop at the bottom due to frictional resistance again in the opposing the movement of the slab. Thus, frictional stresses are developed due to seasonal variation in temperature. The frictional stress will be zero. This frictional stress will be zero at the free ends and at the expansion joint. Frictional stresses endil zero ആയിരിക്കും. And at expansion joints also, and increases up to maximum value towards the interior and thereafter remains constant. അതായത് frictional എന്തായിരുന്നു ഫ്രിക്ഷണൽ സ്ട്രെസ് നമ്മുടെ ഇന്റീരിയർ പാർട്ടിൽ മാക്സിമം ആയിട്ട് ഡെവലപ്പ് ആയിട്ട് അവിടെ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ടെമ്പറേച്ചർ ദസ് tends to produce two types of stresses in a concrete pavement. That is
വാർപ്പിംഗ് സ്ട്രെസ്സും ഫ്രിക്ഷണൽ സ്ട്രെസ്സും ടെമ്പറേച്ചർ കൊണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് വരുന്ന 2 type of stresses ആണത്. ഓക്കെ, വാർപ്പിംഗ് സ്ട്രെസ് whenever top and bottom surface of a concrete pavement simultaneously possess different temperature, the slab tends to warp downward or upward. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ആൻഡ് ബോട്ടം സർഫേസസ് കോൺക്രീറ്റ് പേയ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ അപ്വേർഡും ഡൗൺവേർഡ് ആയിട്ട് വാപ്പാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇൻക്ലൂഡിങ് വാർപ്പിംഗ് സ്ട്രെസ്സസ്, അതാണ് അവിടെ പറയുന്നത്. ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ സ്ലാബ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദ സ്ലാബ് തിക്നെസ് ആൻഡ് ക്ലൈമറ്റിക് കണ്ടീഷൻ. ഓക്കെ, ഈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ലാബിന്റെ thicknessum and climatic condition. By the time top temperature increases to T1 degree, the bottom temperature may be only T2. Okay, and difference between the top and the bottom of the slab would be T1 minus T2, which is equal to assuming straight line or a straight line assume it variation in temperature across the pavement depth. The temperature at mid depth or average temperature of slab would be that the temperature or mid of the depth would be T1 plus T2 divided by 2. Okay. If slab has no restraint, no control, okay, then the unit elongation on the top fibers and also unit contraction of the bottom fiber due to relative temperature condition each would be equal to capital E into small e divided by 2. അതായത് സ്ലാബിന് കൺട്രോൾ ഇല്ലെങ്കിൽ the unit elongation, അതായത് elongation expand on elongation of the top fiber and also unit contraction on the bottom fiber due to relative temperature condition which will be and capital E small e t by 2. Capital E small e by 2 നെ നിങ്ങൾ എവിടെയാണ് മെറ്റീരിയൽസ് സോം എന്ന് പറയുക സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എലാസ്റ്റിസിറ്റി മറ്റേ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഈ ആൽഫ ഡെൽറ്റ ടി. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഈ സ്മോൾ ഇ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ആണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്മോൾ ഇ എന്ന് പറയുന്നത് thermal coefficient ആണ് മൾട്ടിപ്ലൈഡ് ബൈ ടി. സ്മോൾ ടി എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്, T2 മൈനസ് T1 ആണ് സ്മോൾ ടി എന്ന് കൊടുക്കുന്നത്, ഡിവൈഡഡ് ബൈ 2 എന്നാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ വെസ്റ്റർഗാർഡ് വർക്ക്ഡ് ഔട്ട് ദ സ്ട്രെസ് ഡ്യൂ ടു warping of concrete slab. Okay, so Poisson's ratio. Now introducing the effect of Poisson's ratio, the stress at the interior region in the longitudinal and transverse direction are given by Bradbury as expressed by the following equation. STI interior region ആണ് നമ്മളിവിടെ വാർപ്പിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്മോൾ ഇ ടി ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈ ബൈ സി എക്സ് പ്ലസ് മ്യൂ ഇൻറ്റു സി വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ സി എക്സും പ്ലസ് മ്യൂ സി വൈ വന്നത് നമ്മുടെ ഇന്റീരിയർ റീജിയൻ എന്ന് പറയുമ്പോൾ ഒരു സ്ലാബിന്റെ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കൂടിയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഇന്റീരിയർ റീജിയനെ വാർപ്പിംഗ് സ്ട്രെസ് ഇൻഫ്ലുവൻസ് ദ ഹോൾ സെക്ഷൻ. ഓക്കെ, ആ ഒരു ഹോൾ സെക്ഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ് കോഎഫിഷ്യന്റ് ബേസ്ഡ് ഓൺ എൽ എക്സ് ബൈ എൽ ഇൻ ഡിസൈഡ് ഡയറക്ഷനും പിന്നെ എൽ വൈ ബൈ എല്ലിന്റെ റൈറ്റ് ആംഗിൾ ടു ദ അബോവ് ഡയറക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്, തെർമൽ കോഎഫിഷ്യന്റ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ന്യൂ പോയിസൺ റേഷ്യോ. ഇൻ കേസ് പോയിസൺ റേഷ്യോ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 0.15 ആയിട്ട് കൺസിഡർ ചെയ്യണം. Okay, Lx and Ly are the dimension of the slab considering the along x and y direction. X and y direction consider ചെയ്യുന്നതാണ് Lx and Ly. Okay, as the along the length and width ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Okay, the values of warping stress coefficients Cx and Cy for cement concrete pavement are taken from the chart developed by Bradbury. So Cx and Cy
നമ്മൾ ഈ ചാർട്ടിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വാല്യൂസ് ഓഫ് LX by L and LY by L. LX by L എവിടെ നിന്നാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് അല്ലെ, അതിനെ സ്മോൾ എൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ക്യാപിറ്റൽ LXും സ്മോൾ എല്ലും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് ഈ ചാർട്ടിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അസ്യൂം ചെയ്യുന്നല്ല, ഇത് ഏകദേശം ഏത് വാല്യൂ ആയിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും എങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇത് ദ വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് ദ എഡ്ജ് റീജിയൻ. അപ്പൊ ഈ ഫോർമുല STE എന്ന് പറയുന്ന എഡ്ജ് റീജിയന് വേണ്ടിയിട്ടുള്ളതാണ്. CX മൾട്ടിപ്ലൈ ബൈ ക്യാപിറ്റൽ E ഇൻറ്റു സ്മോൾ e ഇൻറ്റു T ഡിവൈഡ് ബൈ 2, whereas CY ഇൻറ്റു ക്യാപിറ്റൽ E ഇൻറ്റു സ്മോൾ e ഇൻറ്റു T ഡിവൈഡ് ബൈ 2. ഏറ്റവും കൂടുതൽ വാല്യൂ ഏതാണ് ഹയർ വരുന്നത് അത് നമ്മൾ കൺസിഡർ ചെയ്യണം വാർപ്പിംഗ് സ്ട്രെസ്സസ് അറ്റ് എഡ്ജ് റീജിയന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് നമുക്ക് കോർണർ റീജിയൻ ആണ് ഉള്ളത് അല്ലെ. ഫ്രം കോർണർ റീജിയൻ വാർപ്പിംഗ് സ്ട്രെസ് ഇസ് ഗിവൻ ബൈ STC ആണ് ക്യാപിറ്റൽ E ഇൻറ്റു സ്മോൾ e ഇൻറ്റു small t divided by 3 into 1 minus mu square root of a by l. Okay, ഇവിടെ a എന്ന് വെച്ചാൽ എന്താ? A is radius of contact. Okay, and L is the radius of relative stiffness. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പൊ പ്രോബ്ലമിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ലോഡഡ് ഏരിയ, അസ്യൂം ദ റേഡിയസ് ഓഫ് ലോഡഡ് ഏരിയ, അങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് ആ വാല്യൂ കൊടുത്താൽ മതി. പിന്നെ ഈ നമ്മളിപ്പോ പഠിച്ചത് ഇന്നലെയും ഇന്ന് ഞാൻ വീഡിയോ ക്ലാസ്സസ് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫോർമുലാസ് ഒക്കെ എന്തായാലും നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് കൊണ്ടുവരണം നാളെ, ബിക്കോസ് നാളെ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും. ഓക്കെ.